കഠിനമായ അവഗണനകളുടെയും പരിഹാസങ്ങളുടെയും ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു അയാൾക്ക്. എന്നാൽ ആ അവഗണനകൾക്കെല്ലാം അയാൾ പ്രതികാരം വീട്ടിയത് വാക്കുകൾ കൊണ്ടായിരുന്നില്ല, എതിരാളിയുടെ ഗോൾവല കുലുക്കിക്കൊണ്ടായിരുന്നു. തളരാത്ത പോരാട്ട വീര്യം കൊണ്ട് ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഇംഗ്ലണ്ടിന്റെ സ്വന്തം പടത്തലവൻ ഹാരി കെയ്ൻ. പതറിപ്പോയ ഒരു ജനതയെ, തകർന്നു പോയ ഒരു ടീമിനെ രക്ഷിക്കാൻ കെയ്ൻ അല്ലാതെ മറ്റാരുണ്ട്? റൗണ്ട് ഓഫ് 32-ൽ ഇംഗ്ലണ്ടിന് കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് ലോകം കരുതിയത്. എതിരാളികൾ റിപ്പബ്ലിക് ഓഫ് കോങ്കോ. എന്നാൽ കളി തുടങ്ങി 7-ാം മിനിറ്റിൽ തന്നെ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കോങ്കോ ഇംഗ്ലണ്ടിന്റെ നെഞ്ചിലേക്ക് ആദ്യ വെടിപൊട്ടി. കോങ്കോ പ്രതിരോധ നിരക്കാരൻ എംബേബെ മൈതാനത്തെ രണ്ടായി മുറിച്ച് നൽകിയ ആ മാന്ത്രിക ക്രോസ് പിഴവുകൾ ഏതുമില്ലാതെ സ്പെഗ്ഗെ ഇംഗ്ലീഷ് ഗോൾ വലയ്ക്കുള്ളിലാക്കി. അവിടെയും തീർന്നില്ല. ഗോൾ അടിച്ച ശേഷവും കോങ്കോ ഇംഗ്ലണ്ടിനെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷ് ബോക്സിൽ സ്പെഗ്ഗെ നിരന്തരം ഭീഷണിയായി മാറി. തിരിച്ചടിക്കാൻ ഇംഗ്ലണ്ട് സർവ്വശക്തിയും എടുത്തു പോരാടി. ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും തൊടുത്ത അടിയുറച്ച ഗോളെന്നുറച്ച ഷോട്ടുകൾ. പക്ഷേ കോങ്കോയുടെ ഗോൾ കീപ്പർ ലയണൽ എംബാസി അവിടെ ഒരു കോട്ട കെട്ടിയിരുന്നു. 4 മാരകമായ സേവുകളോടെ അയാൾ ഇംഗ്ലണ്ടിന് മുന്നിൽ വില്ലനായി നിന്നു. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ കളിക്കാനിറങ്ങിയ കോങ്കോ ആദ്യ പകുതിയിൽ വമ്പന്മാരായ ഇംഗ്ലണ്ടിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു നിർത്തി. പക്ഷേ 2-ാം പകുതിയിൽ കഥ മാറി. തന്റെ ടീമിനെ രക്ഷിക്കാൻ അയാളല്ലാതെ മറ്റാരാണുള്ളത്? 72-ാം മിനിറ്റിൽ ഇംഗ്ലണ്ട് കാത്തിരുന്ന ആ നിമിഷമെത്തി. വായുവിൽ ഉയർന്നു ചാടി ഡിഫൻഡർമാരെ കാഴ്ചക്കാരാക്കി ഹാരി കെയ്ൻ തൊടുത്ത ആ ബുള്ളറ്റ് ഹെഡർ കോങ്കോയുടെ വല തുളച്ചു. ഇംഗ്ലണ്ട് ഒപ്പത്തിനൊപ്പം. അവിടെ കൊണ്ടും ഹാരി കെയ്ൻ നിർത്തിയില്ല. ആക്രമണം ഇരട്ടിയാക്കിയ ഇംഗ്ലണ്ട് കോങ്കോ ബോക്സിനെ വിറപ്പിച്ചു. ഒടുവിൽ 86-ാം മിനിറ്റിൽ ആ മാസ്റ്റർ പീസ് പിറന്നു. ബോക്സിനുള്ളിൽ പന്ത് സ്വീകരിക്കുമ്പോൾ മുന്നിൽ ഗോൾ കീപ്പറോ പോസ്റ്റോ എന്ന് പോലും നോക്കാൻ അയാൾക്ക് സമയമില്ലായിരുന്നു. ഒരു പെർഫെക്റ്റ് ക്ലിനിക്കൽ ഫിനിഷറുടെ കൃത്യതയോടെ കെയ്ൻ തൊടുത്ത ഉഗ്രൻ ഷോട്ട് ഇംഗ്ലണ്ടിനെ വിജയ തീരത്തെത്തിച്ചു. പോരാട്ടത്തിനൊടുവിൽ ഇംഗ്ലണ്ട് വിജയിച്ചെങ്കിലും തലയുയർത്തി പിടിച്ചു തന്നെയാണ് കോങ്കോ കളം വിട്ടത്. വൻ ശക്തികളെ മുട്ടുകൊത്തിച്ച ആ കുഞ്ഞൻ ടീമുകളുടെ ഇതിഹാസ ചരിത്രത്തിൽ കോങ്കോയും തങ്ങളുടെ പേര് സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർത്തു.